ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് പാരൻസ്. ഞാനിപ്പോൾ ഉള്ളത് എവിടെ നിന്നറിയോ? DTMU എന്ന് പറഞ്ഞിട്ടുള്ള ജോർജിയയിലെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്കെ, ഡേവിഡ് ടിൽവലാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെ FMG പാസിംഗ് റേറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇപ്പം ജോർജിയയിൽ FMG പാസ്സായതിൻ്റെ റേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് നമ്പർ 1 യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ പാസിംഗ് റേറ്റ് ഉള്ള യൂണിവേഴ്സിറ്റി ജോർജിയയിലെ. അപ്പോൾ ഇവർക്ക് 2 ക്യാമ്പസാണുള്ളത്. അതിൽ ടിബിലിസിയിലെ ക്യാമ്പസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 2 സ്ഥലത്ത് പഠിച്ചാലും ഒരേ ഡിഗ്രിയും കാര്യങ്ങളൊക്കെ തന്നെ കിട്ടുന്നത്. പക്ഷെ ഏറ്റവും കൂടുതൽ കുട്ടികൾ FMG പാസ്സാവുക, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് USMLE കിട്ടിയത് കേരളത്തിൽ നിന്ന് പോലുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എല്ലാവിധ അക്രിഡിറ്റേഷൻസും ഉണ്ട് ഈ യൂണിവേഴ്സിറ്റിക്ക്. പിന്നെ ക്ലിനിക്കൽ എക്സ്പോഷർ അടിപൊളിയാണ്. മാത്രമല്ല ഇവിടെ മൊഡ്യൂൾ സിസ്റ്റമാണ്. അപ്പോൾ കൂടുതൽ FMGക്കൊക്കെ ഫോക്കസ് ചെയ്തിട്ടാണ് ഇവർ പഠിപ്പിക്കുന്നത്. ഞാൻ ഇവിടുത്തെ ഒരു ഡയറക്ടറായിട്ടൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഫുൾ വീഡിയോ ആണ് ഇതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. We have a lot of Indian students. കേരളത്തിലെവിടെ കൊച്ചി എങ്ങനെയുണ്ട്? ഇവിടെ അടിപൊളിയാണ്. Highest passing scores of FMG exams in India. Yeah. ഇവർ 1989 തുടങ്ങിയ യൂണിവേഴ്സിറ്റിയാണ്. 1989 35 വർഷം മുമ്പുള്ള യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഇവർക്ക് ക്ലാസ് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിലുള്ള ഒരു ക്യാമ്പസിൻ്റെ ഏരിയകളാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. പിന്നെ ഇതല്ലാണ്ട് റെസ്റ്റ് വാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വേറൊരു ക്യാമ്പസ് കൂടി ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കും ലാസ്റ്റിക്ക്. അപ്പം ഈ 2 ക്യാമ്പസുകളാണ് ഇവർക്കുള്ളത്. ഇപ്പോൾ ഇവിടുത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ചെറുതാണ്, അതായത് ചെറിയ ക്യാമ്പസും കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത്. ഇപ്പോൾ നമുക്ക് ടിബിലിസിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ. സോ എൻ്റെ കൂടെ നിൽക്കുന്നത് ഡേവിഡ് എന്ന് പറഞ്ഞ ആളാണ്, ഹെഡ് ഓഫ് ഫോറിൻ റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ ലൈക്ക് ഹി വിൽ എക്സ്പ്ലെയിൻ അബൌട്ട് ദിസ് യൂണിവേഴ്സിറ്റി. Okay, so our university was founded in 1989. So it's I can proudly say that it's 35 years old, and the program from the very beginning was based on USMLE requirements, which means that from day one our program corresponds to UN standards, and within these 35 years we have more than 200 or even 300 graduates who are working in United States as doctors in the leading hospitals of US. We have a lot of Indian students who graduated our university and they went to UK. They have passed successfully lab exam and they are working in United Kingdom. We have Indian graduates who are in United States as well, enrolled in residency programs or working as doctors in very prestige hospitals. And of course, majority of our Indian graduates went back to India, where they have successfully passed FMG exams and they are working as doctors or they are undergoing residency programs. So our university has the highest passing scores of FMG exams in India. പിന്നെ ഫാമിലി ബിസിനസ് കൂടിയാണ് കേട്ടോ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. ഫാമിലിൻ്റെ കൂടിയാണ് യൂണിവേഴ്സിറ്റി. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള യൂണിവേഴ്സിറ്റി തന്നെയാണ്. നമ്മൾ റിസൾട്ടാണ് നോക്കുന്നത് നമ്മൾ മെയിൻലി. ഓക്കെ, യു ആർ ഫ്രം വിച്ച് പ്ലേസ്? തമിഴ്നാടു? കേരള? കേരളത്തിലെവിടെ? കൊച്ചി. എങ്ങനെയുണ്ട് ഇവിടെ? അടിപൊളിയാണ്. പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് സെറ്റാണ് അല്ലേ? യെസ്. ഈവൻ ലൈക്ക് ഇവിടെ അല്ലേ നമുക്ക് പഠിക്കാൻ വരികയാണെങ്കിൽ അടിപൊളി യൂണിവേഴ്സിറ്റിയാണ്. ക്യാമ്പസ് ഒന്നും വലിയ സെറ്റപ്പാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ റെസ്റ്റ് വാലി ക്യാമ്പസ് ഉണ്ട്. പക്ഷെ ഇവിടെ പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് അടിപൊളിയാണ്. അതാണ് നമുക്ക് പറയാനുള്ളത്. FMGയിൽ ടോപ്പല്ലേ, ഫസ്റ്റ് റാങ്കാണ്. USMLE കിട്ടുന്നുണ്ട്. പ്രാക്ടിക്കൽസ് ഒക്കെ എങ്ങനെ പോണേ?
കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് പറ്റും അല്ലേ, അത്രേ ഉള്ളൂ. ഇറ്റ്സ് ഓൺലി ഫോർ ലൈക്ക് സ്റ്റഡി. ദോസ് ഹു വാണ്ട് ടു വർക്ക് ഇൻ USA, ആർക്കാണ് USA വർക്ക് ചെയ്യേണ്ടത്, UK വർക്ക് ചെയ്യേണ്ടത്, ഇന്ത്യയിൽ ഒറ്റയടിക്ക് FMG കിട്ടുന്നുണ്ട്, അങ്ങനത്തെ ആൾക്കാർക്ക് ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്, സ്റ്റഡി ഓറിയൻറ്റഡ് ആയിട്ടില്ല. സ്കോളർഷിപ്പ് ഇടുന്നോ? സ്കോളർഷിപ്പ് ഇല്ല. ഓൾസോ ഇവർ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് 25 to 50% സ്റ്റുഡൻസ് സ്കോളർഷിപ്പിലാണ് പഠിക്കണമെന്നാണ്. 100% കൊടുക്കുന്നുണ്ട് സ്കോളർഷിപ്പ്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് 7 സ്റ്റുഡൻസ് ഓൾറെഡി 100% സ്കോളർഷിപ്പിൽ പഠിക്കുന്നുണ്ട് അല്ലേ. പിന്നെ ലൈക്ക് 25 to 50% സ്റ്റുഡൻസിന് ഇപ്പോൾ കിട്ടുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ. ഇപ്പോൾ സ്കോളർഷിപ്പും കിട്ടും നല്ല പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക്. മലയാളിനെ കണ്ടുകൊണ്ട് മലയാളിയുടെ അടുത്ത് ചോദിച്ചാൽ പേരെന്താ? സൽമാൻ. മറ്റേ ക്യാമ്പസ് റസ്താവി ക്യാമ്പസ് ആണ് കേട്ടോ. അപ്പോൾ ഇവരും ഫസ്റ്റ് റസ്താവി ക്യാമ്പസിലാണ് വന്നത്, പിന്നെ ഇങ്ങോട്ട് മാറാനുള്ള കാരണം എന്താ? അതൊന്നുകൂടെ വലിയ ബിൽഡിങ്ങും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്താ വെച്ചാൽ എവിടെ പഠിച്ചാലും സെയിം തന്നെയാണ്, സെയിം ഡിഗ്രിയാണ്, സെയിം കാര്യങ്ങളാണ് കിട്ടുന്നത്. പക്ഷേ ഇവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്, അധികം കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് ടിബിലിസി ഞാൻ തോന്നുന്നുണ്ട് അല്ലേ. മിക്സ്ഡ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പഠിക്കാം. റസ്താവി ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഫീസും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഹോസ്റ്റൽസ് അവിടെ എല്ലാം ഇൻക്ലൂഡഡ് കേട്ടോ. ഹോസ്റ്റലും എല്ലാം ഒറ്റ ക്യാമ്പസിലാണ് വരുന്നത്, പുറത്ത് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഗേൾസൊക്കെ ആണെങ്കിൽ അങ്ങനെ സേഫ്റ്റി നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്താ വെച്ചാൽ ഒരു ആവശ്യത്തിനും പുറത്ത് പോകേണ്ട കാര്യമില്ല. ഡോർമെറ്ററി ഉള്ളിലാണ്, മിക്സഡ് അല്ല. പിന്നെ ഫുഡ് അവിടെ തന്നെ വരുന്നുണ്ട്, ലോണ്ടറി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം പഠിക്കണം, FMG പാസ്സാവണം, അതുപോലെ എന്താ പറയുക USML എഴുതി പോകണം, UK പ്ലാബ് എഴുതി പോകണം എന്നൊക്കെ ഉള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് DTMU എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. അപ്പോൾ പറഞ്ഞ കേട്ടില്ല, ആ സ്റ്റുഡൻസ് പറഞ്ഞത് കേട്ടില്ലേ, അവർ സ്കോളർഷിപ്പ് 100% ഫ്രീ ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ മാർക്ക് ഡിപ്പെൻസ് ചെയ്തിട്ട് സെക്കൻഡ് ഇയർ മുതലാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ മാത്രമല്ല സ്കോളർഷിപ്പ് 25% മുതൽ സ്കോളർഷിപ്പ് ഉണ്ട്. അതായത് നിങ്ങളുടെ ഫീസിൻ്റെ 25% മുതൽ 100% വരെ സ്കോളർഷിപ്പ് ഇവർ കൊടുക്കുന്നുണ്ട്, ഡിപ്പെൻസ് ഓൺ യുവർ മാർക്സ്. സോ ആ രീതിയിലാണ് കാര്യങ്ങളുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയണത്, നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലുള്ള ഒരു ബെസ്റ്റ് യൂണിവേഴ്സിറ്റി തന്നെയാണ് നമ്മുടെ DTMU എന്ന് പറഞ്ഞിട്ടുള്ള യൂണിവേഴ്സിറ്റി. എക്സ്ക്യൂസ് മീ, യു ആർ ഫ്രോം വിച്ച് പ്ലേസ്? മുംബൈ. ഓക്കെ, മുംബൈ എന്നുള്ളൊരു സ്റ്റുഡൻ്റ് ആട്ടോ. നമ്മൾ കേരളത്തിലും തമിഴ്നാട്ടിലും മുംബൈയിലുള്ള സ്റ്റുഡൻസിനെ കണ്ടു. ഓക്കെ, സോ ഈ ക്യാമ്പസിൽ ക്ലാസ് റൂംസും കുറച്ച് ലാബും മാത്രമേ ഉള്ളൂ. പിന്നുള്ളത് റസ്താവിയിലാണ്. കൂടുതൽ പേര് ഹോസ്പിറ്റൽസിലാണ് ട്രെയിനിങ് കൊടുക്കണേ. പിന്നെ മൊഡ്യൂൾ ടൈപ്പാണ് സിസ്റ്റം. അപ്പം വീക്കിലി എക്സാംസ്, ക്വിസസ്, കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മളൊരു ക്യാമ്പസ് ലൈഫ് ആണ് എക്സ്പെക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് വലിയ കാര്യമില്ല. പക്ഷെ നിങ്ങൾ വെറും പഠിത്തം എന്നല്ല, പഠനത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി അടിപൊളിയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അത് വിചാരിച്ചിട്ട് ഇപ്പോൾ നേരത്തെ റസ്താവി ക്യാമ്പസിലാണ് നിങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് ഉണ്ടാവും, അത് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, പക്ഷേ അധികം കുട്ടികളും അവിടുന്ന് ഇപ്പോൾ സെക്കൻഡ് ഇയർ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പറഞ്ഞത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കുറച്ചുകൂടി ടിബിലിസി സിറ്റി ആകുമ്പോൾ സിറ്റി ലൈഫും കാര്യങ്ങളും കിട്ടും. ബട്ട് ഗേൾസിനൊക്കെ ഒന്നുകൂടെ ബെസ്റ്റ് DTMUവിൻ്റെ റസ്താവി ക്യാമ്പസ് തന്നെയാണ്, റുസ്താവി ക്യാമ്പസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാനിത് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനുള്ളത് ഡേവിഡ് ടിൽവാനി മെഡിക്കൽ യൂണിവേഴ്സിറ്റി DTMUവിൻ്റെ ഞാൻ പറഞ്ഞില്ലേ റുസ്തവാലി ക്യാമ്പസ് എന്ന് പറഞ്ഞ ആ ക്യാമ്പസിൻ്റെ ഫ്രണ്ടിലുള്ളത്. അപ്പം ഇന്നലെ കാണിച്ചത് ടിബിലിസിയിലുള്ള ക്യാമ്പസാണ്. പക്ഷെ രണ്ടും ഒരേ അക്രിഡിറ്റേഷനും ഒരേ കാര്യങ്ങളുമാണ്, ഒരേ എന്താ പറയുക ഡിഫറെൻറ്റ് ക്യാമ്പസ് ആണെന്ന് മാത്രമാണ് ഉള്ളത്. ഡിഗ്രിയും കാര്യങ്ങളൊക്കെ സെയിമാണ്. അപ്പോൾ ഇവിടെ അവിടെയൊക്കെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. പക്ഷെ അധികം കുട്ടികളും ഗേൾസിന് കുറച്ചുകൂടി സേഫായിട്ട് തോന്നിയൊരു സ്ഥലം ഇതാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അതായത് ഇൻ്റഗ്രേറ്റഡ് മീൻസ് ഹോസ്റ്റൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒന്നുകൂടി എനിക്ക് ഗേൾസിന് കുറച്ചുകൂടി സേഫായിട്ട് തോന്നിയൊരു സാധനം ഇതാണ്. പിന്നെ മാത്രമല്ല അത് കുറച്ച് ഉള്ളോട്ടാണ്. പക്ഷേ പല കുട്ടികളും ചിലപ്പോൾ ഇവിടെ ജോയിൻ ചെയ്താണ്ട് പിന്നീട് ടിബിലിസിക്ക് മാറുന്ന ആൾക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ അവർ സിറ്റിക്ക് മാറണം എന്നുള്ളതുകൊണ്ട് തന്നെ ഈ യൂണിവേഴ്സിറ്റിൻ്റെ ഈ ക്യാമ്പസ് ഉണ്ടല്ലോ, ഈ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഹോസ്റ്റൽ വരുന്നത്. ഇൻ്റഗ്രേറ്റഡ് ഞാൻ പറഞ്ഞല്ലോ, ഹോസ്റ്റൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് വരുന്നത്. ഫുഡ്, ക്യാൻറ്റീൻ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നത്. പഠിത്തം ഇതിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ ഈ ഒരു ക്യാമ്പസിൽ ഏതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് നമുക്ക് വേണമെങ്കിൽ പറയാം. റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളത്.
അപ്പോൾ ഗേൾസൊക്കെ ഇങ്ങനെ ജോർജിയയിൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു സേഫ്റ്റി പല പാരൻസിനും കൺസേൺ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഇതൊരു റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണെന്നുള്ളത്. അതിനുള്ളിൽ പുറത്തേക്ക് ഇവർക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വരുന്നുണ്ട്. ക്ലിനിക്കൽസിന് മാത്രമാണ് പുറത്ത് പോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാമ്പസാണ് ഈ റുസ്തവാലിയിലുള്ള DTMUവിൻ്റെ ക്യാമ്പസ്. ഇനി മറ്റേ ക്യാമ്പസ് ആണെങ്കിൽ അവർക്ക് മാറേണ്ട ആൾക്കാർക്ക് മാറാം. അപ്പോൾ ഇവിടുന്ന് 1 വർഷം കഴിഞ്ഞിട്ട് തോന്നുകയാണ് എനിക്ക് ടിബിലിസിക്ക് മാറണം എന്ന് തോന്നുകയാണെങ്കിൽ മാറാം. അതിന് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമല്ല. സെയിം സാധനം തന്നെയാണ്, സെയിം ഡിഗ്രിയാണ്, സെയിം അക്രിഡിറ്റേഷനാണ്. അപ്പോൾ കോളേജ് മാറുമ്പോൾ സാധാരണ രീതിയിൽ NMCൻ്റെ പ്രശ്നങ്ങൾ, പക്ഷെ അങ്ങനത്തെ ഒരു കോളേജ് ട്രാൻസ്ഫർ അല്ല. ഇവിടെ നിങ്ങൾ ഇത് മാറണേ ക്യാമ്പസ് മാത്രമേ ചേഞ്ച് ആവണുള്ളൂ. ബാക്കി ഡിഗ്രിയും കാര്യങ്ങളൊക്കെ സെയിമാണ് കിട്ടണേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല FMG പാസിംഗ് റേറ്റ് നല്ല വരുന്നുണ്ട് എന്ന് പറയാൻ കാരണം ഇതാണ്. മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യണത് പഠനത്തിലാണ്. അത് കുട്ടികളെ നിർത്തി പഠിപ്പിക്കുക എന്നുള്ളതാണ്. മൊഡ്യൂൾ സിസ്റ്റമാണ്. അപ്പോൾ കാര്യമായിട്ട് FMGക്ക് അടക്കമുള്ള കോച്ചിങ് കൊടുത്ത് USMLക്ക് അടക്കമുള്ള കോച്ചിങ് കൊടുത്തിട്ട് കുട്ടികളെ കറക്റ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുക എന്നുള്ള മെത്തേഡാണ് DTMക്കാർ ചെയ്യണത്. അതുകൊണ്ടാണ് ജോർജിയയിലെ തന്നെ ടോപ്പ് FMG പാസിംഗ് റേറ്റുള്ള യൂണിവേഴ്സിറ്റി ആയിട്ട് DTMU മാറിയത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇതാണ് ക്യാമ്പസിൻ്റെ ഉൾഭാഗം. ഹായ് ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ. മലയാളീസ് ഉണ്ടോ? മലയാളീസാ? എവിടെ നാട്ടില്? തിരുവനന്തപുരം. നിങ്ങളൊക്കെ എവിടെയാ നാട്ടില്? പത്തനംതിട്ട. എല്ലാവരും നമ്മളെ നാട്ടുകാരാണല്ലോ. എങ്ങനെയുണ്ട് യൂണിവേഴ്സിറ്റി? അടിപൊളിയാ? ഇവിടെ എന്താ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത്? ഫ്രഷേഴ്സ് ഡേ. നിങ്ങൾ പുതിയ ഇപ്പോൾ വന്നതാ? 5th സെമ്മ. എങ്ങനെയുണ്ട് പഠിത്തം? കൂടുതൽ FMG ഓറിയന്റഡ് ആണ്. USMLE. പിന്നെ FMGകൾ കോച്ചിങ് കൊടുക്കണോ? ഒരു വേറൊരു എക്സാം കൂടി അവർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ തന്നെ സംസാരിച്ചപ്പം, അതായത് ഇന്ത്യയിൽ നിന്ന് ബുക്സ് കൊണ്ടുവന്നിട്ട് അതായിട്ട് വെച്ചിട്ടുള്ള എക്സാമും കാര്യങ്ങളും. അത് നിങ്ങൾക്കാണോ എന്ന് അറിയില്ല, പുതിയ സ്റ്റുഡൻസിനാണ്. ആ ഓക്കെ. അപ്പോൾ ഇവിടെ ഹാപ്പിയാണ്. ഫുഡൊക്കെ എങ്ങനെ? ഓക്കെ. ഇവിടെ ഇങ്ങനെ ഒരു ലോബി ഉണ്ട് കേട്ടോ. ഞാനേ ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളി സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് സംസാരിച്ചപ്പോൾ നമ്മൾ കൂടുതൽ USMLE ബേസ്ഡ് ആയിട്ടുള്ള ഇതാണ് കൊടുക്കണേ. പുതിയ ബാച്ചിന് അവർ FMGൻ്റെ ഒരു ട്രെയിനിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതവർ ഓൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്. ഇത് ഇവിടുത്തെ ക്ലാസ് റൂമാണ്. ഓക്കെ. മലയാളിയാ? എവിടുന്നാ? കൊല്ലം. ദിസ് ഇസ് ലൈബ്രറി. ഓക്കെ. ഫ്രോം എവിടുന്നാ? ശരി. യോ ഗുജറാത്ത്. എങ്ങനെയുണ്ട്? പഠിക്കണതാണ് ഇമ്പോർട്ടൻ്റ് ഇവിടെ. ഇവിടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ്സ് ക്ലോസ്ഡ്. നല്ല പുസ്തകങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഇവിടുന്ന് എടുത്ത് ഇവർക്ക് പഠിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പഠിത്തത്തിനാണ് ഇമ്പോർട്ടൻസ് ഇവിടെ ഉള്ളത്, വേറെ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്. കാരണം അയാൾ MBBS കഴിഞ്ഞ ആളാണ്. അപ്പോൾ അയാൾ പറഞ്ഞ കാര്യം അതാണ്. കൂടുതൽ പഠിത്തം എന്നുള്ള സെറ്റപ്പാണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതാ ഇയർ? തേർഡ് ഇയർ. എന്താ പ്ലാന്? FMG എടുത്ത് നാട്ടിൽ കൂടുതലാണോ അതോ USMLE എടുത്ത് പോലോ? രണ്ടും എഴുതും. ഇതിപ്പോ ക്ലാസ് ടൈമാ? എക്സാം എന്താണ്? മറ്റേ സ്ക്രീനിങ്ങോ ഫിൽറ്ററിങ്ങോ? ഫസ്റ്റ് ഇയർ എപ്പോ വന്നാ? നാട്ടില് ആലപ്പുഴ അല്ലേ? കൊല്ലത്തോടെ. ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ പഠിത്തം? അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു ക്ലാസ് റൂമാണ്. ഫ്രഷേഴ്സ് ഡേന് ഏതൊക്കെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഓരോ സംഗതികളാണ്. ഓക്കെ ഓക്കെ. ഇവിടെ ക്ലാസ്സുകളും അഡ്മിനിസ്ട്രേഷൻ ഓഫീസും ഉള്ളത്.
പിന്നെ അടുത്ത ഒരു ഫ്ലോർക്ക് പോവാണ്. ഓക്കെ, ഇതുവരെ ക്യാൻറ്റീൻ ആണ് കേട്ടോ. ദിസ് ഇസ് ക്യാൻറ്റീൻ. ഓക്കെ, ക്യാൻറ്റീൻ ആണ്. ഇവിടെ അടിപൊളി ഫുഡ് വരെ ഉണ്ടാകുന്നുണ്ട്. ഹായ്, ഇന്ത്യക്കാരനായ ഷെഫാണ്. ഷെഫ് ഫ്രം വിച്ച് പ്ലേസ്, വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യ? आप काम से? हाँ, ശ്രീലങ്ക. ഓക്കെ, ശ്രീലങ്കക്കാരനാണോ? ഓക്കെ, ഇന്ത്യൻ ഫുഡാണ് കൊടുക്കണേ. ശ്രീലങ്കക്കാരനാണെങ്കിലും ഇന്ത്യൻ ഫുഡാണ് കൊടുക്കണേ. അപ്പോൾ ഇതിൻ്റെ കിച്ചണൊക്കെ ഇവിടെ എന്ത് ക്ലീൻ ആയിട്ടാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കണത്. ചപ്പാത്തി, ഹായ്, ചപ്പാത്തി ഉണ്ടാക്കണം. ഇവിടെ മൂപ്പര് എന്തോ കറി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട്. കറക്റ്റ് ക്ലീൻ ആയിട്ട് ഭയങ്കര നീറ്റിലാണ് ഓരോ ഫുഡും അവർ പ്രിപ്പയർ ചെയ്യണത്. നമ്മുടെ നാട്ടിൽ നിന്ന് സ്പൈസസ് ഒക്കെ ഉണ്ട്. പട്ട, മല്ലിപ്പൊടി, ജീരകം. ഇനിയിപ്പോൾ മാവ് കുഴക്കാൻ വരെ മിഷ്യൻ. ഇതൊക്കെ ഞാൻ കാണിക്കുമ്പോൾ ആരും പറയണ്ട ചപ്പാത്തി തിന്നാനല്ലേ MBBS പഠിക്കണമെന്ന് ചോദിക്കണ്ട. കാരണം ഇത് റെസിഡൻഷ്യൽ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കാണിക്കണം. ഇവിടെ എനിക്ക് തോന്നുന്നത് പ്ലേറ്റും കാര്യങ്ങളൊക്കെ വെച്ച് കുട്ടികൾക്ക് എടുത്ത് കഴിക്കാനുള്ള സംവിധാനങ്ങൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരും ഞാൻ ചോദിക്കണ്ട ചപ്പാത്തി തിന്നാനാണ് MBBS പഠിക്കാൻ പോണേന്ന്. ചപ്പാത്തി ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഫുഡ് കഴിക്കാണ്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ. വിച്ച് വൺ? ഓക്കെ, ഇവിടെ സ്റ്റുഡൻസിന് കിച്ചൺ ഉണ്ട്. ഓൽക്ക് വേണമെങ്കിൽ ഓക്കെ 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 അവർക്ക് ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഇവിടെ അവർക്ക് വേണമെങ്കിൽ എന്ത് വന്നിട്ട് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണമെങ്കിൽ കഴിക്കാം. അതിനുള്ള സെറ്റപ്പ് ഉണ്ട്. ക്ലാസ് റൂമുകളും കാര്യങ്ങളും ഓൾറെഡി കണ്ടു, ലൈബ്രറി കണ്ടു. പിന്നെ ക്ലിനിക്കൽസ് കൂടുതലും അവർ കൊടുക്കുന്നത് So can we open this? Yes, we can. ഒരു ജിമ്മ് പോലത്തെ സാധനം. ജിമ്മല്ല, ചെറിയൊരു ജിമ്മ്, എക്സസൈസ് ഒക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ട്. പിന്നെ ഇതാ പുറം ഭാഗം അത് അങ്ങനെയായിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സെറ്റപ്പാണുള്ളത്. Here we give them hot ഓക്കെ, air. സോ ഇങ്ങനത്തെ ഒരു ഫുൾ ക്യാമ്പസിൽ നിന്ന് പഠിക്കാൻ കൂടുതലും USMLE കിട്ടണം, UK വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ പ്ലാബ് എഴുതണം, FMG പെട്ടെന്ന് കിട്ടണം എന്നൊക്കെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ആണെങ്കിൽ ഈ റെസിഡൻഷ്യൽ ക്യാമ്പസ് ഒന്നുകൂടെ ഉപകാരപ്പെടും. കാരണം കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മലയാളി കുട്ടികൾ ഇവിടെ ഉണ്ട്. അവരൊരു വീട്ടിൽ നിന്നിട്ട് പഠിക്കുന്ന പോലെ തന്നെ ഉള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഇനി ഇതെല്ലാം ഇവിടുന്ന് മാറണം എന്നുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ക്യാമ്പസും എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും ഇവർക്ക്. അപ്പോൾ ഇവിടെ എന്തൊക്കെ പരിപാടികളൊക്കെ നടക്കണം കേട്ടോ. ഈ ഇതിൽ കാണുന്ന ആളാണ് ഇതിൻ്റെ ഫൗണ്ടർ, ഡേവിഡ്. ഇയാളാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഇയാളെ കൊച്ചുമോനാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇന്നലെ കണ്ട ആളില്ലേ, ഇന്നലെ സംസാരിച്ച മൂപ്പരെ പേരക്കുട്ടിയാണ്. ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫിൻ്റെ, അതായത് ഇവിടെ ഇവരെ വാർഡൻ നിൽക്കണ റൂമാണിത്. പക്ഷെ കുട്ടികൾക്കും ഇതുപോലത്തെ റൂം തന്നെ കൊടുക്കണേ. ഒരു കബോർഡ് ഉണ്ട്, പിന്നെ ഒരു ടേബിളുണ്ട്, പിന്നെ 4 കട്ടിലുണ്ട്. അപ്പോൾ ഇത്രയും ഉള്ള റൂമാണ് കൊടുക്കുന്നത്. ഇത് ഗേൾസിൻ്റെ ഏരിയ ആണ്, ഹോസ്റ്റല്. അപ്പോൾ മലയാളി കുട്ടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സോ ഇത് ഗേൾസിൻ്റെ റൂമും കാര്യങ്ങളാണ്.
എവിടെയാണ് നാട്ടിലെവിടെ? എങ്ങനെയുണ്ട് ഇവിടെ പഠിത്തം? ഫുള്ള് പഠിത്തമല്ലോ താഴത്തൊക്കെ ഉണ്ട്. എന്താ പരിപാടി? ഓക്കെ, വൈ ലൈക്ക് ഓൾ ആർ സ്റ്റഡിങ്? Presentation now at 2. ഓക്കെ. എന്താ പേര്? നാട്ടിലെവിടെ? കോഴിക്കോട്. ഫുള്ള് പഠിത്തത്തിലാണല്ലോ. ഏതാ ഇയർ? എങ്ങനെയുണ്ട് എന്നിട്ട് യൂണിവേഴ്സിറ്റി? അടിപൊളിയാണ്. എന്താണ് പ്രിഫർ ചെയ്യണത്? USMLE അങ്ങനെ എന്തെങ്കിലും ആണോ? USMLE പ്രിഫർ ചെയ്യണ കുട്ടികളാണ് കൂടുതൽ ഇവിടെ ഉള്ളത്. FMGക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം ഉണ്ട്, പക്ഷെ കൂടുതൽ അമേരിക്ക പോകുന്നുള്ളതാണ് പ്ലാന്. ഇവിടെ വരാൻ കാരണം എന്താ? എങ്ങനെ പാസ് പെർസെൻറ്റേജ് ആയാലും അതേപോലെ എല്ലാം നോക്കിയപ്പോൾ ഇവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നോക്കിയോ? കൂടുതലാണ്. USMLE നോക്കി എല്ലാം നോക്കിയപ്പോൾ ഇവിടെ കൂടുതൽ അങ്ങനെ വന്നാണ്. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്നാലും സ്ട്രിക്റ്റ് ആണ്. കുറച്ച് എക്സാംസ് ഗേൾസിനൊക്കെ സേഫ് ആണല്ലേ ഇവിടെ കാര്യങ്ങൾ? This room for SP. SP means simulant patient. Okay, simulator. Yeah. Can I see this one? I don't know. Please, they close it. ഇവിടെ സിമുലേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മറ്റേ ക്ലിനിക്കൽ ലാബ്സ് പോലത്തെ. Simulate patient. Okay. And they in advance to know what to ask them. Okay. How they see the case only when they come to the door. Yeah. Immediately they write down the door. Okay. And they have this abbreviations what to ask. For example, high blood pressure, HP or something. This everything. Okay. And they ask the patient about it. Okay. After the exam, everybody goes through this exam. Okay. The patient and the lecturer Okay. estimate their action. Okay. What was the mistake? Okay. Why didn't they ask them, the patient, about the family, Okay. maybe, or about something else, and how he was so very brave or very shy Okay. in front of the patient, Okay. and everything is recorded. Okay. We have cameras Yes. Okay. during the exam. Okay. If a student has some, for example, problem, and he wants or she wants, for example, he or the student is not satisfied with the grade, Okay. A, B, C or something, Okay. everything they will show Okay. Okay. what he or she had done during the exam. Okay. After this, they go to here, I am there. Okay. For 10 minutes, here they have time 15 minutes. Okay. Here, for 10 minutes, they must immediately print out Okay. this case, the result. Okay. And then they go to this room. Okay. And the other students are waiting in another one. Okay. Because the students leaving this room and the students being there. Okay. They must not meet Okay. meet Okay. each other. Okay. You know, yes, you are. It's like Oscar. Oscar. Last year we had Oscar Okay. here. Yeah. And they are waiting here. Okay. And he comes and he does not know what is there on the door, Oh. Okay. the Understood. case. Yes. And he must be ready for any case. Yeah. Yeah. And after that, there is they summarize the result, and they indicate that the mistakes, what was done very well, Okay. and it is they are getting ready for real hospital practice, Okay. which will be in Tbilisi Okay. after the 5th semester. Okay. And they are going to many hospitals Okay. in Tbilisi. I think nearly in every hospital. Okay, The groups in different Okay. groups. Okay. And they live there and they work there and they have classes and they have practice in Tbilisi. Okay. After that, you can follow me, please. The corridors and everything here is left 24 hours. Okay. Sometimes they lose. There was such moment when the student lost 200 laris, Okay. fell out from the pocket, and she did not know about it.
Okay. This woman who is on duty at night, she found it, the money, and we asked to help her security guard. Immediately we found it and gave the money. It appeared she did not have any idea that she had lost money. Okay. Here are also the classes. Last time here we had OSCE final exams, you know about it. Here we have this quiz. Quiz. It is 5 or 6 subjects, maybe more subjects. They sit here, maybe 1 or 2 groups, and she watches everything without mobiles, without everything, only computer and the student. Okay. They have enough time, they have the time also for break, Okay. because the computer stops the break. Yeah. They go out and come again. And by 2 o'clock they finish all their exams. Some of the students have a re-exam. Okay. Maybe there was 7 subjects. They failed 1 or 2, and additional re-exam they have here. It means for 20 minutes, for 40 minutes, if 1 or 2 subjects. Okay. They will have the chance to improve their this result. And everything is this tests and everything we get from Tbilisi, of course, from Tbilisi. And the results are, so nobody has their names, test names. They have only numbers. Okay. 97, 91, 61, or in numbers. ഓക്കെ സോ മൂപ്പര് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒക്കെ സിമുലേറ്റർ ബേസിലാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, റെക്കോർഡ് ചെയ്യാൻ അലോഡ് അല്ല, ഒരു എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇതാണ് ഇവിടുത്തെ എക്സാം കാര്യങ്ങൾ ഇങ്ങനെയാണ് കണ്ടക്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കുട്ടികളെ മാക്സിമം എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യിപ്പിക്കാനാണ് കേട്ടോ. ഞാനത് എനിക്ക് മനസ്സിലായി. കാരണം വേറെ ഒന്നിനല്ല ഇവർ ഇമ്പോർട്ടൻസ്, ഏറ്റവും കൂടുതൽ പഠിത്തത്തിനാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ ഇങ്ങനെ USMLE, ഞാൻ എല്ലാ കുട്ടികളും സംസാരിക്കുമ്പോഴും ഓരോക്കെ ആഗ്രഹം നാട്ടിൽ പോയി വർക്ക് ചെയ്യുക എന്നുള്ളതൊന്നല്ല, USMLE എടുത്തിട്ട് പോവാ, USA പോവാന്നൊക്കെ ഉള്ളതാണ്. I'm from Gujarat. You? From Mumbai. Mumbai. Gujarat. How is the studies here? Well, you need to be like, you have to study every day, because if you miss one day also, then there's a lot of backlog and you'll have to do a lot of hard work afterwards. So it's better to study every day. Okay, so like what is your plan after MBBS? I want to clear AMC and USMLE. So you want to work in Australia Yeah. and in USA. This is Yeah. your plan. My USMLE depends wholly on my filters, but I want to clear AMC. I think they are providing scholarships, right? Yeah, they do. Anyone of you already have a scholarship? We are still in the first sem, so we'll get the results after first sem. Yeah. Okay. So like all of you are like very studious. Sometimes not. Yeah. We have our fun when we. Yeah. Okay. So it's basically you have to balance both of it. So study every day, little bit, have fun, maintain it. So you like this college? It's great. I mean, they teach us well here, so it's just we have to study well and we can have fun at the same time. So I think it's a good balance, and so we are having great time here. Academically, One of your plan is like AMC, USMLE. And lab, yeah. That's our main goal. academically, our university is one of the best out there. So they teach us according to. By the results, right? Already there is results. Yeah, so we have an idea as to how we have to study. Plus, when we see so many people study, it just makes us study more. Yes. വേറൊരു യൂണിവേഴ്സിറ്റിയിലൂടെ ഇന്ന് ഷൂട്ട് ചെയ്യണമെന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, കുട്ടികൾക്ക് പഠിക്കണം, USMLE എടുക്കണം, അങ്ങനെ AMC പോകണം, ഇങ്ങനത്തെ കുട്ടികളെ മാത്രമേ ഞാൻ കണ്ടത്. അങ്ങനത്തെ കുട്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ, സ്റ്റുഡിയസ് ആയിട്ടില്ല. പക്ഷെ അവർക്ക് എൻ്റർടൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും കൂടുതൽ അവർ ഫോക്കസ്ഡ് ആയിട്ടുള്ളത് എക്സാമിലാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരെ കരിയർ സെറ്റാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ് കൂടുതൽ സ്റ്റുഡൻസ് ഞാൻ കണ്ടത് മുഴുവൻ. ഈ യൂണിവേഴ്സിറ്റിയിലെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത്
$6,000 ആണ് ഫീസ് വരുന്നത്. മാത്രമല്ല ഫുഡ് ആൻഡ് അക്കോമഡേഷന് $300 to $350 ആണ് വരുന്നത്. ഇതിൽ 2 ഷെയറിങ്ങും 3 ഷെയറിങ്ങും 4 ഷെയറിങ്ങും റൂമുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഏത് റൂം വേണമെങ്കിലും എടുക്കാം. ഫീസ് വരുന്നത് $6,000 ആണ്. മാത്രമല്ല റസ്ത വാലി ക്യാമ്പസിലും എടുക്കാം, ടിബിലിസി ക്യാമ്പസിലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. എല്ലാവിധ അക്രിഡിറ്റേഷൻസും ഉണ്ട്. ഓരോ അക്രിഡിറ്റേഷൻ്റെയും പ്രശ്നമില്ല. കാരണം ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ NBൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് FMG പാസിംഗ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് DTMU ആണ്. അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ നമ്മളെ കണക്ട് ചെയ്താൽ മതി. നമ്മളിവിടെ അഡ്മിഷനും കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തുതരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു. ഞാൻ ക്യാമ്പസും അതൊന്നല്ല ഞാൻ മൈൻഡ് ആക്കുന്നത്, അക്കാദമിക്സ് ആണ്. അക്കാദമിക്സ് മാത്രം ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് DTMU ആണ്. പക്ഷേ നിങ്ങൾ ക്യാമ്പസ് എക്സ്പെക്ട് ചെയ്തിട്ട് ടിബിലിസിക്ക് വന്നിട്ട് കാര്യമില്ല. റുസ്തവാലിയാണ് ക്യാമ്പസ് ഉള്ളൂ, അത് റെസിഡൻഷ്യൽ ക്യാമ്പസ് സെറ്റപ്പാണ്. സോ ഇവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ കണക്ട് ചെയ്യാം. നമുക്ക് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കൗൺസിലേഴ്സായിട്ട് കണക്ട് ചെയ്യാം. സോ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഫ്രണ്ട്സിന് അല്ലെങ്കിൽ DTMU ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് USMLE ലാബ് AMC പോലത്തെ എക്സാമുകൾ പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള MBBS സ്റ്റുഡൻസ് അല്ലെങ്കിൽ അങ്ങനെ പഠിക്കാൻ ആവശ്യമുള്ള കുട്ടികളൊക്കെ നിങ്ങൾ ഈ വീഡിയോ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു. Daughter Expert EduLinks. Be a doctor by doctors.